മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പാലക്കാട്ട് നിന്ന് വരുന്നത് ബി.ജെ.പിയിലെ തർക്കവുമായി ബന്ധപ്പെട്ട് വിമത നേതാക്കൾ യാക്കരയിൽ യോഗം ചേരുകയാണ് എന്നതാണ്. ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ, സ്മിതേഷ്, സാബു, നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. യോഗത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, നമുക്കെന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇവരുടെ യോഗം തുടരുകയാണോ? യോഗത്തിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടോ എന്തെങ്കിലും? അനുജ, എൻ്റെ പുറകിൽ കാണുന്ന ഈ പുഴയോരം ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന ബി.ജെ.പി. നേതാക്കളുടെ യോഗം പുരോഗമിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ അടക്കമുള്ള ആളുകളുണ്ട്. നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനുണ്ട്, സ്മിതേഷ് ഉണ്ട്, സാബു, അങ്ങനെ 6 നേതാക്കൾ. അതായത് ഈ പാർട്ടിയിൽ വലിയ സ്വാധീനമുള്ള ആളുകൾ എന്നുള്ള അപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട കൗൺസിലർമാരാണ്. ഈ 6 പേരാണ് ഇപ്പോൾ പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചതിൽ പ്രതിഷേധവുമായി അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഒരു യോഗം പുരോഗമിക്കുന്നത്. എന്തായാലും ഈ 6 കൗൺസിലർമാരും രാജിക്ക് ഒരുങ്ങുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. അവർ രാജിവെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബി.ജെ.പിയുടെ നഗരസഭാ ഭരണത്തെ അടക്കം അത് ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാവുന്ന ഒരു വിവരപ്രകാരം ഈ ഇടഞ്ഞു നിൽക്കുന്ന കൗൺസിലർമാരുമായി കോൺഗ്രസ് ചർച്ച നടത്തുന്നു എന്നുള്ളതാണ്. അടുത്തിടെ ബി.ജെ.പി. വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ഇവരുമായി ചർച്ച നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അല്പം കൂടി എളുപ്പമാകും ഈ നഗരസഭ പിടിക്കുക എന്നുള്ള കോൺഗ്രസിന്റെ ലക്ഷ്യം. അത് അല്പം കൂടി എളുപ്പമാകും. നിലവിൽ 16 അംഗങ്ങളുടെ പിന്തുണയാണ് കോൺഗ്രസിന്റെ നഗരസഭയിലുള്ളത്. മറ്റൊരാളുടെ ഈ വെൽഫെയർ പാർട്ടിയുടെ സാന്നിധ്യം കൂടി പരിഗണിച്ചാൽ അത് 17 ആകും. ഈ 6 പേരുടെ പിന്തുണ കൂടി ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ എളുപ്പത്തിൽ കോൺഗ്രസിന് നഗരസഭാ ഭരണം പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെടും. എന്തായാലും അത്തരമൊരു ചർച്ച സമാന്തരമായി നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ കൂടുതൽ വോട്ട് ലഭിച്ചവരെ, സംഘടനാ സംവിധാനം അനുസരിച്ച് കൂടുതൽ വോട്ട് ലഭിച്ചവരെ പരിഗണിക്കാതെ പ്രശാന്ത് ശിവനെ പരിഗണിക്കുന്നു. അത് സി കൃഷ്ണകുമാറിനെ നോമിനിയായി പ്രശാന്ത് ശിവനെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ അതൃപ്തിക്കിടയാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങൾക്കിടയിലും ഇപ്പോൾ പ്രശാന്ത് ശിവൻ നോമിനേഷൻ, അതായത് മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള നോമിനേഷൻ ഇതിനോടകം തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും പാലക്കാട് ബി.ജെ.പിയിൽ ആഭ്യന്തര തർക്കങ്ങൾ നിലവിൽ ഇപ്പോൾ വിമത നേതാക്കൾ യാക്കരയിൽ യോഗം ചേരുന്നു. 6 കൗൺസിലർമാർ രാജിവെക്കുമെന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അങ്ങനെയെങ്കിൽ നഗരസഭാ ഭരണത്തിൽ അത് പ്രതിസന്ധിയുണ്ടാക്കും ബി.ജെ.പിക്ക് എന്നതിൽ തർക്കമില്ല. കോൺഗ്രസ് ഭരണം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒട്ടേറെ നിർണായകമായ നീക്കങ്ങൾ പാലക്കാട് നഗരസഭയിൽ നടക്കുകയും ചെയ്യുന്നു.